ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പടങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾക്ക് പറ്റുന്ന വെച്ചാൽ നല്ല മോശ പടങ്ങളിൽ പോവാണ്ട്. എനിക്ക് ഇത്തിരി സങ്കടമാണ്. കാരണം അല്ല, എന്താ സങ്കടം എന്ന് വെച്ചാൽ നമ്മള് ഒരാൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുക, അപ്പൊ നമ്മളിങ്ങനെ മാറി നിന്ന് ഹെൽപ്ലെസ് ആയി നിൽക്കുക. ഷൂട്ട് കഴിഞ്ഞ് ഞാൻ കയ്യിന്നൊക്കെ പോയി ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് കാണണേ. അപ്പൊ ഒത്തിരി അഭിപ്രായത്തിന് പോകരുത്. നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടായാൽ മതി. എന്താണ് ആൾക്കാർ രണ്ടുപേരും എല്ലാരും ചിരിക്കാണ്. കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കാന്നാ പറയണത്. സംസാരം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കാന്നാ പറയണത്. അവിടെ വേണമെങ്കിൽ മക്കളുടെ അക്ഷയം പോലെ ആ മക്കളുടെ അക്ഷയം അറിയാൻ പാടില്ലേ. എന്നെ വിളിച്ചിട്ടുണ്ട്. എടാ ഞാൻ പഞ്ചാബീസ് ലൊക്കേഷനിൽ എത്തി കുറെ വർഷങ്ങൾക്ക് ശേഷം. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്ക് സ്വാഗതം. അതിനെ ചാടി ഫോൺ ചെന്നിച്ചാടിപ്പോയി. അതായത് അടിക്കാൻ വന്നു സത്യം. 4 പേർക്ക് സ്വാഗതം. പറ്റിയതല്ല ഏതല്ല ഇങ്ങനെ അടിക്കും തെന്നിപ്പോയി. അപ്പൊ ഇങ്ങനെ എടുത്തപ്പോ ഓക്കെ. അപ്പം നല്ലൊരു സിനിമയുടെ ഒത്തിരി ഇഷ്ടമാണ്. എങ്ങനെയാണ് വാപ്പായോടുള്ള സ്നേഹം മോനിലേക്ക് ഇങ്ങോട്ട് തരുവാണ്? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. വാപ്പായോടുള്ള സ്നേഹം മോനിലേക്ക് ഇങ്ങോട്ട് തരുവാണ്. പെട്ടെന്ന് മനസ്സിലായില്ല അല്ലേ? പെട്ടെന്ന് മനസ്സിലായില്ല. നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതൊക്കെ എന്താണ് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാനായി. എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കണം. ഈ ഒരു സിനിമയിലേക്ക് ഒരു നായകനായി എത്തുവാണ് അല്ലേ? ഒരു സിനിമാ കുടുംബം. സിനിമയിൽ നിന്ന് എന്തേ ഇത്ര വൈകിയെന്ന് തോന്നുന്നു? ഇല്ല ഒരു അങ്ങനെ വൈകി അങ്ങനെ എനിക്ക് ഒരുപാട് പ്രായമായെന്ന് എനിക്ക് തോന്നി. പിന്നെ ഓരോ പ്രോസസ്സാണല്ലോ. ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. എന്താണ് സിനിമ എന്ന് ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ എനിക്ക് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു സിനിമ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും എഫേർട്ട് എടുക്കുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ്, എത്ര പേരുടെ പരിശ്രമമാണ്, എന്തോരം പൈസ ഇൻവോൾവ് ആണ്, എത്ര ആൾക്കാരുടെ സമയമാണ്, ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി ഉണ്ട് ഇതെന്താണെന്ന് അറിയാൻ. അത് കിട്ടിയതിന് ശേഷം ഈ അവസരം വന്നതിൽ ഒരുപാട് സന്തോഷം. അല്ല, ഇതിലൊരു നായകൻ എന്ന് പറയുമ്പോൾ വാപ്പായിട്ട് ഒത്തിരി സിനിമാ കഥകൾ കേട്ടും കണ്ടും വളർന്നതാണ് അല്ലേ? അപ്പോൾ ഇതിലേക്കൊരു നായകൻ എന്ന് പറയുമ്പോൾ വാപ്പ എന്താണ് പറയുക? നീ അഭിനയിക്കുക, നിനക്ക് ധൈര്യമുണ്ട് എന്ന് വാപ്പച്ചി എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. വാപ്ചി അങ്ങനെ ഒന്നും പറഞ്ഞില്ല. വാപ്ചിൻ്റെ അടുത്ത് ഞാനാ പോയി എപ്പോഴും ചോദിക്കുക എന്തെങ്കിലും ഒരു പരിപാടി എഴുതാൻ പറ്റുമോ എന്നൊക്കെ കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. വാപ്ചിൻ്റെ അടുത്തും ചാച്ചാൻ്റെ അടുത്തും. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് പുറത്ത് ഒരു പടം നോക്കുക, ഒരു നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് വേറെ ആൾക്കാരുടെ അടുത്ത് അവസരങ്ങൾ ചോദിക്കൂ എന്നുള്ള. ഞാൻ കുറേ പേരുടെ അടുത്ത് പോയി സംസാരിച്ചു. ഇതൊക്കെ ഉള്ളിൽ ചോദിക്കണ്ട, കുടുംബത്തിൽ ചോദിക്കണ്ട, പുറത്ത് പോയി രക്ഷപ്പെട്ട് ഏതായാലും ഒരു ഇതായി കഴിയുമ്പോ ഒന്ന് വാ നോക്കാന്ന് പറയും. അങ്ങനെ തന്നെ പറഞ്ഞ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചാൻസ് ചോദിക്കണ സച്ചേട്ടൻ്റെ അടുത്താണ്. അപ്പൊ സച്ചേട്ടൻ ഇങ്ങനെ പരിപാടിയൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യപ്പനും കോശിയിൽ വർക്ക് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസിസ്റ്റന്റ് ആയിട്ട്. അപ്പോൾ പോകാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ കുറേ പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട് ഓരോ അവസരങ്ങൾ. പലതും ചില ഒരു എന്താ പറയുക ഒന്ന് വർക്കൗട്ടായിട്ട് വന്നത് ഇപ്പോഴാണ്. അതുപോലെ നാഷിഖാന്റെ അടുത്തും കുറെ നാൾക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ടല്ലേ? അപ്പം സ്വന്തം ആരുടെയും നമ്മുടെ കഴിവുകൊണ്ട് തന്നെ നമ്മളാവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി തുടങ്ങി. അതാണ് നല്ലതും അല്ലേ? ആ റെക്കമെൻഡേഷൻ അല്ല നമുക്ക് വേണ്ടത്. അതെ, ഒരു പടമെങ്കിലും അങ്ങനെ ചെയ്യണം എന്നുള്ളത് അതാണ് എൻ്റെ കറക്റ്റ് വേ എന്ന് തോന്നിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഒരു സിനിമയിൽ എത്തിയിരിക്കുകയാണ് അല്ലേ? ആ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കേട്ടോ. ഇതാണ് അർജുൻ. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്. നമുക്ക് നേരിട്ട് തന്നെ നമ്മൾ തന്നെ അധ്വാനിച്ച് എത്താമെന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അർജുൻ. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അർജുനും അതെ. എത്രയോ സിനിമയിൽ വേണമെങ്കിൽ അഭിനയിക്കാമായിരുന്നു. എന്നിട്ടൊന്നും സിനിമയിൽ വരാതെ സ്വന്തമായിട്ട് തന്നെ സിനിമയിലേക്ക് വന്നതാണ്. ഒരു അച്ഛൻ്റെ നിർബന്ധമോ അല്ലെങ്കിൽ അർജുൻ്റെ ഒരു വാശിയൊന്നുമല്ല. അങ്ങനെ വന്നതെന്ന് കൃത്യമായിട്ട് എനിക്കും ജാഫറിനും കൃത്യമായിട്ട് അറിയാവുന്ന 2 വ്യക്തികളാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് സിനിമയിലേക്ക് വരേണ്ടതെന്ന് തന്നെയാണ് അല്ലേ? അങ്ങനെയല്ല, ഓരോ ആൾക്കാർക്കും ഓരോ രീതി ആയിരിക്കുമല്ലോ. പക്ഷെ ഇതേപോലെ കുറെ ചാൻസ് ചോദിച്ചു നടന്നിട്ടുണ്ട്. അമലേട്ടൻ, സമീർക്ക, അങ്ങനെ കുറെ പേരെടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു പോയിന്റിലാണ് 2 പടവും ചെയ്തത്. 2 പടവും വർക്കാവാണ്ട് 3 വർഷത്തോളം വീട്ടില് എന്താണ് സിനിമയുടെ തന്നെ നമുക്ക് സിനിമ പറ്റുള്ളൂ. എനിക്ക് വേറെ പണിയൊന്നും അറിയാൻ പാടില്ല. പഠിച്ച് പാസ്സായിട്ടില്ല.
അപ്പൊ വേറെ ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റില്ല, വേറെ ജോലിക്കും പോകാൻ പറ്റില്ല, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് കേട്ടില്ലല്ലോ. അപ്പൊ നോക്കിയപ്പോ ബിസിനസ് എന്നുള്ള രീതി തുടങ്ങിയ സമയത്താണ് പറവ എന്ന പടത്തിന്റെ പരിപാടിയിൽ അസിസ്റ്റന്റ് ആയിട്ട് കയറാൻ നോക്കുമ്പോഴാണ് അങ്ങനെ ചാൻസ് കിട്ടിയത്. അപ്പൊ എനിക്ക് പിന്നീട് അവിടെ നിന്ന് അങ്ങനെയാണ് പിടിച്ച് കയറണം എന്നുള്ളൊരു തോട്ടിൽ പോയത്. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഇതേപോലെ ആണെന്നില്ല, ചിലവർക്ക് ഒരു ഓഡിഷൻ വഴി പെട്ടെന്ന് ചാൻസ് ഒരു ഹീറോ ആയിട്ട് തന്നെ കിട്ടാം. ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ മാക്സിമം നല്ല രീതിക്ക് അത് ചെയ്യാൻ ശ്രമിക്കുക. അത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അല്ല, അച്ചുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്തിപ്പെടേണ്ട സിനിമകളിൽ എല്ലാവരെയും കൂടെ അഭിനയിക്കാൻ പറ്റിയ ഒരു വലിയ ഭാഗ്യമുള്ള, ഈ പ്രായത്തിൽ ഭാഗ്യമുള്ള ആളാണ്. മമ്മൂക്കയുടെ കൂടെയൊക്കെ അഭിനയിക്കുക, ആ സിനിമകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്ന് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അതൊരു ഭാഗ്യമാണ്. അതൊരു ഭാഗ്യമാണ്. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ട് എനിക്ക് നല്ല പടങ്ങളിൽ ഒരു ഭാഗമാകാൻ പറ്റി അവരെന്നെ വിളിച്ചതും കുറെ നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യം കിട്ടുന്ന സമയത്ത് നമ്മളത് പ്രോപ്പറായിട്ട് 100% അതിൽ സത്യസന്ധതയോടെ പണിയെടുത്ത റിസൾട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും ആ റിസൾട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് ഒരു സംശയമില്ല. ആച്ചു ജാഫർ ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ കൂടെ, അശോകൻ ചേട്ടൻ്റെ കൂടെ എത്രയോ നാളത്തെ ബന്ധമാണ് ജാഫറിന്. ഇപ്പൊ ഇതേ മോൻ്റെ കൂടെ ഇവിടെ ഇരിക്കുവാണ് അല്ലേ? നിങ്ങൾ പറവയിൽ ഒരുമിച്ച് തുടങ്ങിയാണ്. അവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങുന്നത്. ജഗജാന്തരം അല്ല, ഞാൻ പറഞ്ഞ പറവയിലെ ആദ്യത്തെ പടത്തിൽ ഉണ്ടല്ലോ, ജാഫർ ഉണ്ടല്ലോ. അശോകൻ ചേട്ടനും ഉള്ള ഒരു ആത്മബന്ധം ജാഫറിന്റെ വലുതാണെന്ന് എനിക്കറിയാം. എനിക്കും അതുപോലെ ഒരു ആത്മബന്ധമുള്ള ഒരാളാണ്. എങ്ങനെയാണ് ഇപ്പൊ അശോകൻ ചേട്ടന്റെ മോന്റെ കൂടെ ഉള്ള യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? അശോകൻ ചേട്ടന്റെ കൂടെ മോന്റെ കൂടെ യാത്ര ഉണ്ടല്ലോ. ഇപ്പം മോന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അച്ഛൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. മൊത്തം ഇങ്ങനെ കിടക്കുമല്ലേ. എനിക്കറിയാൻ പാടില്ല. നമ്മൾ ചെല്ലുമ്പം അർജുൻ എന്തോരുണ്ട്, നമ്മൾ ആ വീട്ടിൽ ചെല്ലുന്ന കാലത്ത് എന്തോരുണ്ട്. അപ്പം അന്ന് നമ്മൾ ഓർത്തോ സൈക്കിള് ചോദിച്ചു ബൈക്കല്ല, അവര് ബൈക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ ബൈക്ക് ചോദിച്ചുകൊണ്ട് പുറകെ നടക്കും. എന്താണ് ഒന്നിടത്തെല്ലാം കൂടെ ഉണ്ടാവും. അത് ഭയങ്കര ട്രാഫിക്കല്ലേ, അങ്ങോട്ട് ഇറക്കില്ല. എന്നിട്ട് കൊടുത്ത് വിട്ട് കഴിഞ്ഞിട്ടൊരു തീയുണ്ട്. അത് എൻ്റെ അടുത്തല്ല പറയണേ, പിള്ളേർക്കൊക്കെ ഇത് കൊടുത്തു വിട്ടില്ലെങ്കിലുള്ള കുഴപ്പമില്ലെന്നറിയാവുന്നത്. അതൊക്കെ ആയിരുന്നല്ലോ നമ്മളങ്ങനെ കണ്ടു വന്നപ്പോൾ പെട്ടെന്ന് അലി പറഞ്ഞ പോലെ ഒരു ഒത്തിരി ചാൻസ് ചോദിച്ചു നടന്നായിട്ട് എനിക്കൊന്നും ഓർക്കണല്ല. എനിക്ക് ഓർക്കണല്ലോ, എനിക്ക് അങ്ങനെ പക്ഷെ ആള് പറയുന്ന ചോദിച്ചിട്ടുണ്ടെന്ന്. അഭിനയം എന്നൊരു ഭ്രാന്തില്ലായിരുന്നു. ഇല്ല, നമ്മള് വീട്ടിൽ പോകുമ്പോൾ DJ ഒപ്പിച്ചു അവിടെ. എന്നിട്ട് ഇത് കേട്ട DJ വന്നിട്ട് ഭയങ്കര എടാ അവനൊരു DJ സംഘടിപ്പിച്ചാൽ അന്ന് DJ അറിഞ്ഞപ്പോ മൊത്തത്തിൽ DJ ഒക്കെ വലിയ വിഷയമാന്നുള്ള സംഭവമല്ലേ. അപ്പം DJ ഞങ്ങൾ തിരക്കിച്ചില്ല ചോദിച്ചൊക്കെ. അമ്മയും അച്ഛനും ഞാനും എല്ലാം കൂടെ വണ്ടിയിലെ DJ അടക്കണേന്റെ അടിയിൽ കൂടെ അങ്ങോട്ട് പോയല്ലോ നിങ്ങളെ സ്റ്റേജ്. എന്നിട്ട് അച്ഛൻ പറയും ഇതാണ്ടാ DJ അടക്കണേ, ഇവിടെ അവൻ്റെ DJ അടക്കണേന്ന്. അങ്ങനെ അങ്ങനെ എന്തോ ആയിക്കോട്ടെ. പക്ഷെ അർജുൻ്റെ വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അശോകൻ ചേട്ടൻ സിനിമാടനായിട്ട് മോനായിട്ട് വന്ന അങ്ങനെയല്ല. അർജുന് പ്രത്യേക ഒരു സംഭവം വന്നാ പറഞ്ഞ മനസ്സിലായില്ലേ. അതായത് നമ്മൾ ഈ വീട് മേടിക്കല്, വാഹനം മേടിക്കല്, ഭവന നിർമ്മാണം, അങ്ങനെയുള്ള ജനനം മരണം എന്നൊക്കെ പറയുന്നത് ദൈവനിശ്ചയം എന്ന് പറയുന്ന സംഭവം. ഇപ്പം നായകനോട് കൊച്ചിനോട് ചോദിച്ചില്ലേ ഞാൻ ഇത്രയും നാൾ താമസിച്ച് എന്ന് ചോദിച്ചപ്പോൾ ഇതൊരു നിമിത്തമായത്, ദൈവം ചെയ്ത്. അങ്ങനിപ്പം കാശ് കൈ വെച്ചോണ്ടൊരു വീട് വെക്കാനെന്ന് നോക്കി കഴിഞ്ഞാൽ നടക്കുകയല്ലെന്ന്. കാശുണ്ട് കയ്യിൽ, പക്ഷെ അത് തടസ്സമാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു ഉണ്ട്. നമ്മൾ പൂജയൊക്കെ ചെയ്തല്ലേ എല്ലാം തുടങ്ങണൊക്കെ. അപ്പോൾ തുടങ്ങുമ്പോൾ ദൈവം ചെയ്യാൻ അങ്ങനെ കയറി വരുന്നതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അറിയാത്തൊരു സ്പേസ് ഉണ്ട്. DJ നിർത്തി കഴിഞ്ഞിട്ട് ഒരു 3 വർഷം 2 പടം കഴിഞ്ഞിട്ട് ബിസിനസ്സിലേക്ക് പോയി. ബിസിനസ് അല്ല, 3 വർഷത്തിനിടയിൽ. കാരണം എനിക്ക് നല്ല പടത്തിൽ അന്നാണ് ചാപ്പാക്കുരിശൊക്കെ ഇറങ്ങുന്നത്. ഇവരുടെ മേക്കിങ്ങും സ്റ്റൈലും എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഈ ഞാൻ പറഞ്ഞ 3 പേര് തന്നെ, അമ്പുക്ക, അമലേട്ടൻ, സമീർക്ക, ഈ 3 പേരെടുത്താണ് ഞാൻ ചാൻസ് ചോദിച്ചു പോയത്. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് നല്ല ലുക്കൊക്കെ ആയിട്ട് ചാൻസ് കിട്ടുക എന്നുള്ള രീതിയിൽ. കാരണം വെച്ചാൽ എനിക്കറിയാം, കാരണം ഞാൻ ഒരു നായകനായിട്ട് 2ാമത്തെ പടം ചെയ്തിട്ട് ഒരാൾ പോലും കാണാൻ ഒരു വഴി ഉണ്ടായില്ല. അപ്പൊ നമ്മൾ ആദ്യമേ എനിക്ക് എന്നെ ക്ലിയർ പിക്ചർ ഉണ്ട്. അപ്പൊ ഒന്നല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥയായിരിക്കണം. അപ്പോ എന്തെങ്കിലും ചെറിയ വേഷത്തിൽ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ അപ്പൊ അത് കിട്ടാതായപ്പോഴാണ് ഞാൻ പറവയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറിയാലോ ചിന്ത. അങ്ങനെയാണ് യാത്ര അപ്പൊ DJ കഴിഞ്ഞ ഈ സിനിമയിൽ വന്നതിന് ശേഷമാണ് ആ ബിസിനസ് തുടങ്ങിയ അബുക്കടമോനുമായിട്ട്. ഞാൻ കറക്റ്റ് ഇങ്ങനെ ബിസിനസ് തുടങ്ങാൻ നിൽക്കുമ്പോഴാണ് കറക്റ്റ് പറവയില് ഇങ്ങനത്തെ പറവയുടെ ഓഡിഷൻ കോൾ ഇടുന്നത്. ആ കറക്റ്റ് തുടങ്ങുന്ന സമയത്താണ് കറക്റ്റ് താടി വളർത്തുന്നതും പരിപാടിയായിട്ട് നേരെ തുടങ്ങുന്നത്, പരിപാടി പോകുന്നത്. അതിന്റെ ഇടയ്ക്കുള്ള ഒരു ആ ഗ്യാപ്പാണ് അതൊക്കെ ഉണ്ടെന്ന്. ഇതെല്ലാം ചാല് മാറ്റി മറിച്ചൊക്കെ എവിടെയെങ്കിലും കൊണ്ട് കറക്കി കുത്തും. ജീവിക്കണ്ടേ, പോണ്ടേ.
ക്ലിയർ ആണെങ്കിലേ ക്ലിയർ റൂട്ട് ക്ലിയർ ആണെങ്കിൽ ആൾക്ക് പഠിച്ചവനാളിൽ കൊണ്ടെത്തി അതിൻ്റെയൊക്കെ ഒരു സംഭവം നമ്മളല്ല. അല്ല ജാഫർ പറഞ്ഞ പോലെ ആ ഒരു ബന്ധങ്ങളുള്ളതുകൊണ്ട് അച്ഛനും നമുക്കറിയാം. അതെ അതെ വീട്ടിൽ നമ്മൾ പോകുന്നു, സ്ഥിരം പോകുന്നു. അതെ. സ്ഥിരം ഒരു അതിഥിയെ പോലെ അല്ല, വീട്ടിലെ ആളായിട്ടാണ് നമ്മൾ ഇന്നും പോയി. തീർച്ചയായിട്ടും. അയ്യോ അങ്ങനെയൊന്നും ആ വീട്ടിൽ കയറാനൊന്നും ചേട്ടൻ സമ്മതിക്കില്ല, ചേച്ചി സമ്മതിക്കുള്ളൂ. അതെ അതെ അതെ. ആ നമ്മള് അമ്മയും സമ്മതിക്കൂല. ആ ഓ ദൈവമേ ആ അമ്മ സമ്മതിക്കൂല. അമ്മ കയ്യേലും ഒന്ന് പിടിക്കുമല്ലേ മാന അല്ലാണ്ട്. ഓ എൻ്റെ ദൈവമേ എന്നാ അമ്മയായിരുന്നു എന്തൊരു ചോറ് തന്നു. എന്താണേലും ആ കുടുംബത്തിൽ നിന്ന് നമുക്ക് ഒരു കഥ പറയാനൊക്കെ ഉള്ളതായല്ലേ. അശോകന്റെ പാത്രം തന്നെ കഴിക്കില്ല, പാത്രം ചെറുപ്പ് പാത്രം വെച്ച് അതിനകത്ത് കഞ്ഞി കൊടുക്കണം, അതിനകത്ത് കൊടുക്കണം. പടത്തിലേക്ക് തിരിച്ചു വരാം. ഈ പറഞ്ഞ പോലെ നല്ലൊരു സിനിമ. നാദിർഷാക്കായിട്ട് ജാഫറിന്റെ ബന്ധവും പേരാണ്. ഇദ്ദേഹം ഒരു ഫോൺ വിളിച്ചാൽ എവിടെ ഇന്നാലും ഓടി വന്ന് അഭിനയിക്കുന്നവരാണ് ജാഫർ എന്ന് എനിക്കൊരു സംശയമില്ല. അതിനകത്ത് അല്ല എനിക്ക് ഏത് വേഷമാണെന്നൊന്നും ചോദിക്കില്ല എന്നുള്ള ഉറപ്പാണ്. ഇതിലേക്ക് എങ്ങനെയാണ് ജാഫറിനെ വിളിക്കുന്നത്? എന്നെ ഇതുപോലെ ഞാൻ ഇന്ന് ഇന്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ വിളിച്ചു വെച്ചാൽ അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. എടാ എവിടെയാടാ നമ്മുടെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് ശ്രീകുമാർ പുള്ളി പറഞ്ഞു ഡേറ്റ് എനിക്ക് 2 ദിവസം ചെറിയൊരു സംഭവമാണ്. ചെറിയ സംഭവമൊന്നുമല്ല, ഒരു ടയർ കടക്കാരനും ഒക്കെയാണ്. നല്ല വേഷം കേട്ടോ, നല്ല വേഷം. പിന്നെ അനീഫിക്ക ഉണ്ടായിരുന്നു, ഞാൻ അനീഫിക്ക ലാസ്റ്റ് സംസാരിച്ചത് ആ പടത്തില്ല, മരിച്ചു പോയി. അങ്ങനെ ആശാക്കാരുടെ പടമുണ്ട്, അത് തന്നെയല്ല അങ്ങേരുടെ പടത്തിൽ അഭിനയിക്കാനും സുഖമാണ്, നമുക്ക് ടെൻഷനൊന്നുമില്ല, നല്ല ഇതായിട്ട് അങ്ങ് പോവാം. പിന്നെ ഒരു മനുഷ്യത്വം ഉള്ളത് നല്ലൊരു വ്യക്തിയാണ്. ആ നല്ല എല്ലാവരോടും പിള്ളേരോട് സങ്കടം പറയുന്നുണ്ട്. ഈ കട്ടപ്പന ഋത്വിക് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള സഹപ്രവർത്തകർ കുറേ പേര് വന്ന് ഈ ലോഡ്ജിലും അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് തങ്ങുക, ഫാമിലിയായിട്ട് തങ്ങുന്നുണ്ട് ചിലവർ ചാൻസിനാണ്. ഇപ്പോൾ ഋത്വിക് റോഷനിൽ ഞാൻ ആ വന്നിട്ട് ഒരു ഡാൻസ് കളിച്ച് ഒരു സല്യൂട്ട് അടിച്ച് പോയിട്ട് തിരിച്ചു വരുമ്പം ആശാനോട് ഞാൻ പറഞ്ഞു അവർ ഇവരൊക്കെ അവിടെ നിൽക്കുക, എനിക്ക് മറ്റേ ചായക്കടയുടെ വേഷം ആർക്കെങ്കിലും കൊടുത്താൽ ഒക്കെ എവിടെയും പറഞ്ഞു ആ ചായക്കടയുടെ വേഷം ആർക്കെങ്കിലും കൊടുത്തേക്കാം, ഒത്തിരി പേര് ചാൻസ് ചോദിച്ചു വന്നിരിക്കുക. അപ്പം ഞാനും അങ്ങോട്ട് മറ്റേ പ്രശ്നമൊക്കെ ആയിട്ട് പടത്തിനോട് വരാതെ നിൽക്കുന്ന അവസരമില്ല. അപ്പം അതിനെല്ലാത്തിനും എവിടെയെങ്കിലുമൊക്കെ കൊള്ളിച്ചു പറക്കി ലെവലായിട്ട് പോകുന്നൊരു നല്ലൊരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പടം എനിക്ക് പറയാനുള്ള വൻ വിജയമൊന്നും. അല്ല ഈ സബ്ജക്റ്റും ഞാൻ നാദിർഷാക്കയോട് സംസാരിച്ചപ്പം നമുക്ക് കൊച്ചിയുമായി ബന്ധപ്പെട്ട് ശരിക്കും കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാന്ന് പറഞ്ഞു. അത് റിലീസ് പല ഡേറ്റ് മാറ്റി വെച്ചപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം നാദിർഷാക്ക പറഞ്ഞു ഇത് ഏത് സമയത്തും റിലീസ് ചെയ്യാം. അതാണ് ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയ പോയിന്റ്, ഏത് സമയത്തും റിലീസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. മാറ്റി പോയപ്പോൾ നമുക്ക് ഒരു ചില കഥകൾ ആ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. ഇത് ഏത് സമയത്ത് റിലീസ് ചെയ്യാം എന്ന് പറയുമ്പോൾ തന്നെ ഈ കഥ ഗംഭീരമായിരിക്കും. അത് കൊച്ചിയിലുള്ളവർക്ക് പെട്ടെന്ന് അത് വർക്കൗട്ട് ആവുന്ന ഒരു സബ്ജക്റ്റാണ്. കൊച്ചിയിൽ മാത്രമല്ല, കൊച്ചിയിലുള്ള പെട്ടെന്നാവും. പക്ഷെ ഇവിടെ വരാത്തവരാരും ഇല്ലല്ലോ, ലോകത്തെ ഏത് മലയാളിയും കൊച്ചി വരാതെ പോയിട്ടില്ലോ. അപ്പൊ അവർക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യുന്നുള്ള ഒരു കാര്യം സംശയമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷൻ? ഇവരൊക്കെ നല്ല സീനിയർ ആളുകൾ കുറെ പേരുണ്ടായിരുന്നു ഇല്ലേ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഈ കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ കാലത്തെ കഥയാണെങ്കിലും പണ്ടത്തെ ഇവരുടെ എക്സ്പീരിയൻസ് ആണെങ്കിലും വേറൊരു ലോകം തന്നെയാണ് അപ്പോഴത്തെ സിനിമ എന്ന് പറയുമ്പോൾ. ഈ കേട്ടിട്ട് അറിയുന്ന കഥകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. പണ്ടത്തെ സിനിമയുടെ കഥ കേൾക്കാനും പറയാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ സെറ്റിലെത്തിയപ്പോഴും ഫസ്റ്റ് തിങ് അതായിരുന്നു, ആരാണ് കഥ പറയുന്നത്. അപ്പോൾ നാദിർഷ സാർ ആണെങ്കിലും റാഫി സാർ ആണെങ്കിലും ഒരുപാട് പണ്ടത്തെ ഈ കഥ പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാകുമ്പോൾ ഞങ്ങളുടെ തന്നെ ഇറ്റ് വാസ് റിയലി ഫൺ. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾ ടുഗെദർ ഇറ്റ് വാസ് എ റിയലി ഫൺ എക്സ്പീരിയൻസ്. കുറേ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഡാൻസ് ഞാൻ ഇതുവരെ മൂവിയിൽ മകളിൽ ചെറുതായി ഒന്നും ചെയ്തു, പക്ഷേ ഒരു ഫുള്ളായി ഒരു സീക്വൻസ് പോലെയൊന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ചെയ്യാൻ പറ്റി. പിന്നെ ആക്ഷൻ ചെയ്തിട്ടില്ല, പക്ഷെ ആക്ഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റി. ആക്ഷൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ, അതെ പറയണില്ല. അതെ, കല്ലുകൊണ്ടൊരു പെണ്ണെന്നൊക്കെ പറയില്ലേ മറ്റേ ആ പടത്തിലെ വിജയശാന്തി, അല്ല എനിക്കിത്തിരി സങ്കടമാണ്. കാരണം അല്ല എന്താ സങ്കടം എന്ന് വെച്ചാൽ നമ്മള് ഒരാൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുക, അപ്പൊ നമ്മളിങ്ങനെ മാറി നിന്ന് ഹെൽപ്ലെസ് ആയി നിൽക്കുക. പക്ഷെ അപ്പൊ നമ്മൾ ഒരു 2 അടി കൊടുക്കണം എന്നുള്ളൊരു ചിന്ത റെഗുലർ ലൈഫിലുള്ള പോലെയാണ്. പക്ഷെ അത് ഇനി ചെയ്യും, എനിക്ക് കുഴപ്പമില്ല. അതെ, ഇനി ചെയ്യും.
Stunt സിൽവ സിൽവ മാസ്റ്റർ പുള്ളിയാണ്. പുള്ളിയാണല്ലോ. പൊളിച്ച് ഇവരൊക്കെ ഭയങ്കര അടിയാണ്. ആ, ഈ വേറെ വഴിയില്ല, ചെയ്യണം. ചെയ്തല്ലേ പറ്റുള്ളൂ. ചെയ്തല്ലേ പറ്റുള്ളൂ. ഇതിലൊരു നായികയാണ് അല്ലേ? അതെ. ഇത് ഭയങ്കരമായിട്ട് നമ്മൾ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ടെന്നാണ് എന്നോട് നാദിർഷയൊക്കെ പറഞ്ഞത് കണ്ടു കഴിഞ്ഞപ്പോൾ. പക്ഷെ ഒരു നായിക കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രേക്ഷകർ എങ്ങനെയാണ് ഏറ്റെടുക്കുക എന്നൊരു ചിന്താഗതിയൊക്കെ എപ്പോഴും ഉണ്ടാവില്ല. ചെറിയ സീനുകൾ ചെയ്തു പോകുന്ന പോലെ അല്ലല്ലോ. ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ നായികയെന്ന് ചിന്തിച്ച് നാദിർഷയൊക്കെ വിളിക്കുമ്പോൾ എങ്ങനെ ഉറപ്പിച്ച് ഞാൻ തന്നെയാണോ എന്നൊരു സംശയം ഉണ്ടായോ? ആ ഒരു ഒബ്വിയസ്ലി ആ ഒരു ചിന്തയുണ്ട്. കാരണം ലീഡ് റോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ആക്ട് ചെയ്യാൻ പറ്റിയ നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു ഇത്രയും കാലം ചെയ്തത്. ഹീറോയിൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി എങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു ചിന്തയിൽ ഉണ്ടായിരുന്നില്ല. ഹീറോയിൻ ക്യാരക്ടർ അങ്ങനെ ഉണ്ടായിരുന്നില്ല. എപ്പോഴും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, നല്ലോണം അഭിനയിക്കാനുള്ള സ്കോപ്പുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം, അങ്ങനെയായിരുന്നു. ആ ഒരു ഇതിൽ ആലോചിക്കുമ്പം ഇതിൽ കുറച്ച് എക്സ്റ്റെൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അത്രയും ചാലഞ്ചിങ്, അത്രയും അഭിനയിച്ച് ഫലിപ്പിക്കുക അങ്ങനെ എന്താ സാർ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അത്രയും ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു റെഗുലർ സിറ്റി ഗേൾ ആണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് മോട്ടീവാണ് ജാനകിയുടെ. എനിക്കറിയാം, കാരണം സിമിലർ ഏജ് റേഞ്ച്, കുറച്ചും കൂടി എന്നെക്കാട്ടും കുറച്ചും കൂടി ഏജ് റേഞ്ച് കൂടുതലാണെങ്കിൽ എന്താണ് ആൾക്കാർ രണ്ടുപേരും എല്ലാരും ചിരിക്കാണ്. കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കാന്നാ പറയണത്. സംസാരം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കാന്നാ പറയണത്. ഇല്ല കറക്റ്റാ പറഞ്ഞോ. അല്ല, അവിടെ തന്നെ തുടർന്നാ മതി. പിന്നെ അപ്പൊ റെപ്യൂട്ടേഷൻ വന്ന് അവര് എഡിറ്റ് ചെയ്തോളേ പറഞ്ഞു. ഇപ്പൊ എവിടെ നിന്ന് തുടങ്ങും? ഏജ് ക്യാരക്ടർ ഏജ് കുറച്ച് കൂടുതലാണ്. മോട്ടീവ് ഒന്നാണ് ലൈക്ക് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, അപ്പൊ Interesting motive എനിക്കറിയാം ആണ് ഇൻട്രസ്റ്റിംഗ് as a മോട്ടീവാണ്. character. കാരണം ഐ ഡോണ്ട് നോ കുറെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നവരാണോ. ജാനകി ഡെസ്റ്റിനേഷൻ എന്താണെന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ്. മെത്തേഡ്സ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും എന്തായിരുന്നു എന്ന്. പക്ഷെ ഇന്റേർണലി എന്താണോ ജാനകിക്ക് വേണ്ടത്, ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കണക്ട് ഫോർ മീ. എന്തുകൊണ്ടോ അത് എന്ത് ചെയ്താലും നേടിയെടുക്കും. അതെ, എന്താണ് ആവശ്യം എന്നുള്ളതാണ് പ്രൈമറിലി. എന്താണെന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല. അതെ അതെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര ആ ഒരു ഇറ്റ് കംസ് ഫ്രം എ പോയിന്റ് ഓഫ് ലവ് ആൻഡ് ഇറ്റ് കംസ് ഫ്രം എ പോയിന്റ് ഓഫ് ലവ്. ഈ എന്താവശ്യവും നമ്മൾ നേടിയെടുക്കുന്ന സിനിമ കണ്ടിട്ട് നമ്മൾ തീരുമാനിക്കാം. ഇനി നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടി നമുക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ആളുടെ മോൾ ഇങ്ങനെയായിരുന്നു, നമുക്ക് അങ്ങനെ ചിന്തിക്കാനും കൂടെ പറ്റുമ്പോൾ ആ ക്യാരക്ടർ വലിയ വിജയമായിരിക്കും. അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നില്ല. ഇങ്ങനെ വേണ്ടായിരുന്നു ചിന്തിക്കുമല്ലോ. അത് പടം കാണുമ്പോൾ എന്തായാലും നല്ലൊരു സിനിമയിൽ ഭാഗമായി. അതാണ് ഏറ്റവും ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. നല്ല ക്യാരക്ടറായി. ഇനി ജാനകി ഒന്ന് അറിയട്ടെ, അതെ, ആ പേരിൽ അറിയപ്പെടട്ടെ അല്ലേ? അതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. ഒരു സിനിമയുടെ പേരിൽ അറിയപ്പെടുന്നത് എത്ര അറിയപ്പെട്ടാലും അതായിരിക്കും ഭയങ്കര, അതൊരു ഭയങ്കര ടച്ചിങ് കാര്യം തന്നെയാണ്. ആരെങ്കിലും വന്നിട്ട് ടീനോ മോൾ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര, ഞാൻ പ്രകാശിൽ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്. ഈ പേരിൽ ഇറങ്ങണം, അതാണല്ലോ നമ്മുടെ ആവശ്യം. ഈ പുതിയ ആളുകൾ കുറെ പേര് ഓഡിഷനൊക്കെ വന്നിരുന്നു, ഈ സിനിമയ്ക്ക് ഓഡിഷനിലൊക്കെ വന്നായിരുന്നു. അവിടെയൊക്കെ ഓഡിഷനിൽ പങ്കെടുത്തപ്പോൾ, ഓഡിഷനിൽ ഇതിൽ പങ്കെടുത്തോ? ഞാനാ ഓഡിഷനിൽ പങ്കെടുത്തിട്ടില്ല. കുറെ ഓഡിഷനിൽ പങ്കെടുത്തിട്ടില്ലേ? ഓഡിഷൻസ് വേറെ ചെയ്തിട്ടുണ്ട്. കുറച്ച് വെബ് സീരീസിനും സിനിമയ്ക്ക് വേണ്ടി 1-2 കിട്ടിയിട്ടുണ്ട്. പിന്നെ പിന്നെ അതൊന്നും വർക്ക്ഔട്ട് ആയില്ല. പക്ഷെ ഓഡിഷൻ പ്രോസസ്സ് ഞാൻ 1-2 ആക്ടിങ് വർക്ക്ഷോപ്സും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതിന്റെ പ്രിപ്പറേഷൻസും പരിപാടിയൊക്കെ പഠിക്കാനായിട്ട് അവിടെ നിന്ന് തന്നെ ഏതെങ്കിലും കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിനെ കണക്ട് ചെയ്യും. അങ്ങനെയൊക്കെ പോയി ഓഡിഷൻസ് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ സിനിമയിൽ വരുമ്പം വാപ്പച്ചിയായിട്ട് കണക്ഷൻ ഉള്ളവരെല്ലാവരും അല്ലേ? ഇപ്പോൾ ജാഫ്നാണെങ്കിലും എല്ലാവരും വാപ്പച്ചിയായിട്ട് കണക്ഷൻ ഉള്ള. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഹെൽപ്പ് എങ്ങനെയായിരുന്നു? ഇവർ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. ഇപ്പോൾ ജാഫ്രിക്ക, എനിക്ക് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഈ പാട്ട്, കല്യാണ പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീട് ആഡ് ഓൺ ചെയ്താൽ അപ്പോഴാണ് ഇങ്ങനെ ഡാൻസ് കളിക്കേണ്ടി വരും എന്നൊക്കെ അറിഞ്ഞത്. അപ്പൊ ഇത് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ കയ്യിൽ നിന്നൊക്കെ പോയി എന്താ ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് കാണണേ. അപ്പൊ ഇത് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്, എങ്ങനെ ആൾക്കാർ എടുക്കുമെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഒരു ദിവസം ജാഫ്രിക്ക രാത്രി ലൊക്കേഷനിൽ വന്ന് പാട്ട് കണ്ട് എന്നെ ഒന്ന് ഹഗ് ചെയ്ത് മോശം കഴിഞ്ഞപ്പോഴാണ് ഒരു കോൺഫിഡൻസ് കിട്ടിയത്.
അപ്പോൾ എനിക്കറിയില്ല ഇനി ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കണോണ്ട് ഒന്ന് ചെയ്താണ്. അല്ലല്ല, ഞാൻ പറഞ്ഞില്ല ആ ഇന്റർവ്യൂല് ഞാൻ പാട്ട് കണ്ടത് കണ്ടതാ. നല്ല അല്ല എല്ലാരും കണ്ടില്ലേ? പിന്നെ എല്ലാരും കണ്ടല്ലേ അത് Release ആയി. എന്ത് റീച്ചിലേക്ക് എത്തിയെന്നറിയോ? അതെ. ആ പാട്ടും ആ ഡാൻസും ആ പാട്ട് ഭയങ്കരമായിട്ട് അതെ, ഹിറ്റ് അടിച്ച അതെ, പാട്ടാണ്. പാട്ടിന്റെ ആ ആ പോക്ക് പാട്ടിന്റെ ഒരു ഹിറ്റ് ഉണ്ടല്ലോ, അതെ. അത്രയും ഹിറ്റ് അടിച്ചൊരു മുസ്ലിം പാട്ടാണ്. ആ പാട്ട് കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല. അവിടെ നിങ്ങൾ ഡാൻസിന് ചിലപ്പോൾ അങ്ങ് പൊളിയായി. അതെ. നമുക്ക് വേണ്ട എന്ന് വെക്കരുത്. എന്തെങ്കിലും അറിയണമെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് അറിയേണ്ട സമയം കഴിച്ചു അതെ, അതെ, അതെ. അക്സെപ്റ്റ് ചെയ്ത് അത് ശരിയായിരുന്നു. അറിയേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അതെ, അതെ. ഇത്ര നാൾ ഒരു അല്ല, കമന്റ് പോലും വന്നിട്ടില്ല അങ്ങനത്തെ. ഇത് ആക്ച്വലി ഷൂട്ട് നടക്കണം. ഇത് പാട്ട് കഴിഞ്ഞ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ഈ ഇൻസിഡന്റ് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാ, ഇവരിപ്പോൾ അർജുനാണെങ്കിലൊക്കെ ഓരോ സീൻസ് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനിലേക്കുമ്പോൾ വന്ന് പറയും, ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രീത്ത് എടുത്ത് ഇങ്ങനെ ഏതാ വർക്കൗട്ട് ആവും എന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അർജുൻ ഒക്കെ പറഞ്ഞു തരും. പിന്നെ അറിഞ്ഞോളൂ. പറഞ്ഞു കൊടുക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയാം. അതെ, എനിക്ക് ഏറ്റവും അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷനിൽ വെച്ച് പോയാൽ നല്ല രസമായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ആ ഇപ്പൊ ഏത് ആരാ വലുത് ഇതിനകത്ത്? ഞാൻ പറഞ്ഞേക്കണ ഫൈറ്റിന് മാത്രമേ ഉള്ളൂ ബേസിക്കലി. ഫൈറ്റ് ആ ഞാനൊരു ദിവസം എനിക്ക് ഏറ്റവും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് കിട്ടിയ ഒരു കമന്റ് അശ്വത്തിന്റെ അടുത്തുനിന്നായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലായിടത്തും പോയി ചോദിക്കും, എങ്ങനെയുണ്ട് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ശരിയാക്കണോ എന്നൊക്കെ. അപ്പൊ അശ്വത്ത് ഒരു ദിവസം 2-3 ദിവസം ഇങ്ങനെ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, അങ്ങനെ ഒരുപാട് പേരോടൊന്നും പോയി ചോദിക്കണ്ട. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറെ മിസ്റ്റേക്സ് ഉണ്ടാവും, അത് വന്നോട്ടെ, അത് അടുത്ത പടത്തിൽ കറക്റ്റ് ചെയ്താൽ മതി എന്ന് പറയണ ഒരു സംഭവം പറഞ്ഞു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലാവരോടും പോയി ചോദിച്ചു മൊത്തം പ്രശ്നമാവും. അത് കറക്റ്റായിരുന്നു. ചിലർ വണ്ടി മേടിക്കും, ചിലർ വണ്ടി മേടിക്കാനായിട്ട് വണ്ടി ആദ്യമായിട്ടൊരു വണ്ടി കാറ് സ്കൂട്ടറായിരുന്നു, കാറിലേക്ക് കടന്നു. വീട്ടിൽ ആലോചിച്ചു, മക്കളും ഒക്കെ ആയിട്ട് ആലോചിച്ചു. അവര് മോൻ ഇച്ചിരി ഇതുള്ള മോൻ തന്നെ കിയ ബുക്ക് ചെയ്യാം, അങ്ങനെ അവർ പ്ലാൻ ചെയ്ത് വെച്ചോ കേട്ടോ. ആ കാര്യം ചായക്കട ചെന്നിങ്ങനെ ഇത് അച്ഛൻ എന്നാ അതിന് ഒരു വണ്ടി എടുക്കാൻ പോകാം, പിള്ളേരൊക്കെ ഒരു വണ്ടി എടുക്കും. ഏതാ വണ്ടി എടുക്കണേ? അവിടുന്ന് തുടങ്ങി. ഇയാൾ വേറെ കിയ എടുക്കാൻ സമ്മതിക്കില്ല. ഉള്ള എൻ്റെ മരുമോൻ എടുത്തിട്ടുണ്ടല്ലോ ഇത് പറഞ്ഞു. അപ്പം കിയ വേണോ ഇനോ വേണോ കൺഫ്യൂഷൻ ആയിട്ട് ലാസ്റ്റ് ആർക്കും കാണാൻ കൊള്ളില്ലാത്ത ചന്തയൊക്കെ തള്ളിയൊക്കെ വണ്ടി എടുത്തുകൊണ്ട് വരും. സത്യം അങ്ങനെ നടക്കാറില്ല. അപ്പോൾ ഒത്തിരി അഭിപ്രായത്തിന് പോകരുത്. നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടായാൽ മതി. എന്നാൽ ചില ഘടകങ്ങളിൽ ഇപ്പോൾ കണ്ടില്ലേ അർജുൻ രക്ഷപ്പെടുത്തി വിട്ടു എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം പറഞ്ഞു കൊടുക്കണം. കൂടെ പറയുമ്പോഴൊക്കെ എന്താ രസം. അല്ല, നമ്മള് എല്ലാവരും അവിടെ ചർച്ച ചെയ്ത് പോകുമ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു വിജയം ഉണ്ടാവും. പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ കൂട്ടായ ചർച്ചകൾ. നമുക്ക് ഓരോ സീനുകൾ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം, അത് അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. പുതിയ അത് പറയേണ്ട സ്ഥലത്ത് പറയണം ചേട്ടാ, വെറുതെ കളിയൊക്കെ തള്ളിയിടും. അതെ, കൃത്യമായിട്ട് പറയേണ്ട സ്ഥലത്ത് തന്നെ. ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോഴാണെങ്കിലും അവിടെ പോയിട്ടൊന്നും പറയാൻ അല്ല, മമ്മൂക്കയുടെ കൂടെ മമ്മൂക്ക നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ മമ്മൂക്ക സ്പേസ് തരാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നാളെ പറഞ്ഞു മമ്മൂക്ക സ്പേസ് കൃത്യമായിട്ട് തരുന്നുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അത് എത്ര വലിയ നടനാണെങ്കിൽ നമുക്ക് നമ്മളിൽ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു തരും വരും. അതിന് യാതൊരു മാറ്റവും ഇല്ല. അതാണ് ഒരു സിനിമയുടെ ഒരു യാത്ര എന്ന് പറയുന്നത്. അതിൽ കുറേ സിനിമകളായി, നല്ല നല്ല സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സബ്ജക്റ്റ് കേട്ട് ചെയ്യുന്നപ്പോൾ എന്താണ് തോന്നിയത്? ഒരു നാദിർഷായ്ക്കാട് ഒരു ബന്ധമാണോ ഈ സബ്ജക്റ്റിനോട് ഒരു പ്രിയമായി? തീർച്ചയായിട്ടും ഒരു ബന്ധം ഉണ്ട്. ഘടകം എന്ന് പറയുമ്പോ പിള്ളേരും പറഞ്ഞ പോലെ ചെറുപ്പം തൊട്ട് കണ്ടു വളർന്ന കുറെ വർഷങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോ അതുപോലെ തന്നെ റാഫിക്കായിട്ട് ഈ സ്റ്റേജ് ഷോസിന് പ്രാക്ടീസിന് മുമ്പ് ഞാനും കൂടെ പോകും അച്ഛൻ്റെ കൂടെ. മിക്ക പരിപാടിക്ക് ഞാൻ ഉണ്ടാവും, സ്റ്റേജ് പരിപാടിക്കൊക്കെ. അപ്പോൾ ആലുവയിൽ എന്ത് പരിപാടി ഉണ്ടായപ്പോൾ ഇതേപോലെ റാഫിക്കയും മെക്കാട്ടിൻ സാറിൻ്റെ കൂടെയൊക്കെ ഇരിക്കാനൊക്കെ പറ്റി. അപ്പോൾ അവരിങ്ങനെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടു വളർന്ന ഒരാള് ഇപ്പോൾ ഒരു നായക പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവര് ആഷിക ഡയറക്റ്റ് ചെയ്യും, റാഫിക്ക് എഴുതുന്ന പടത്തിലേക്ക് ഒരു ക്യാരക്ടർ വിളിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതും എനിക്ക് ഈ പടത്തിലാണ് പ്രൊമോഷൻ കിട്ടിയത് പോലീസിൽ. ഇതുവരെ കോൺസ്റ്റബിൾ എടുത്തോണ്ടിരിക്കണായിരുന്നു. ചെയ്യാം, കൊള്ളാലോ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലീസ് വേഷങ്ങൾ കുറെ ചെയ്ത്. പിന്നെ അതല്ല, ഈ പോലീസ് ചെറിയ കിളിയാണ്. അപ്പൊ ചെറിയ നൊസ്സുള്ള പോലീസുകാരാണ്. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കുറച്ച് ആഗ്രഹം. ഈ പറഞ്ഞ നായക കഥാപാത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നും ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. കഥകൾ തന്നെ എടുക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കണം. ഒന്നിരുന്നാൽ പിന്നെ കയറ്റമില്ലാത്ത ഒരു മേഖലയാണ് സിനിമാ മേഖല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
പക്ഷെ അർജുൻ എടുക്കുന്ന സബ്ജക്റ്റുകളൊക്കെ കൃത്യമായിട്ട് തന്നെ ഇപ്പൊ പോകുന്നു എനിക്ക് ഇല്ലാട്ടാ, ഇപ്പൊ കുറച്ച് പടങ്ങള് ഇത് അല്ലാതെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പടങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾക്ക് പറ്റുന്ന വെച്ചാല് നല്ല മോശ പടങ്ങളിൽ പോവാണ്ട് അതെ അതെ നല്ല നമുക്കൊണ്ട് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ റോൾസ് അല്ലെങ്കിൽ പടങ്ങൾ കഥകൾ സെലക്ട് ചെയ്യുക, അത് വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കുക, പിന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എപ്പോഴാണ് നല്ല പരിപാടികൾ വരുന്നത്, എപ്പോഴാണ് ആൾക്കാർ ഇത് ആക്സെപ്റ്റ് ചെയ്യണം. കാരണം വെച്ചാൽ ഇപ്പൊ ഫെബ്രുവരിയിൽ ഇപ്പൊ എത്ര ടൈപ്പ് പടങ്ങൾ ഇറങ്ങിയിട്ട് എല്ലാ ടൈപ്പും ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്ത് ഇപ്പൊ പടം കണ്ടാണ്. ഇപ്പൊ എല്ലാ പടവും ഹിറ്റ് ആയതാണ്. അപ്പൊ നമുക്കിങ്ങനെ ജഡ്ജ് ചെയ്ത് നമുക്ക് ഫിക്സ് ചെയ്ത് ഓക്കെ ഇത് ഹിറ്റ് ആവും ഒരു ചെയ്യാൻ പറ്റില്ല. അപ്പൊ ട്രൈ ചെയ്യുക, ആ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ നോക്കുക, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാണ്ട് ഇരിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ മനസ്സിലിപ്പോഴും. ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഫുൾ കഥ കേൾക്കുവാണോ അതോ അർജുന്റെ വേഷം മാത്രമാണ് കേൾക്കുക? ഫുൾ കഥ കേൾക്കുമല്ലോ. കേൾക്കുമല്ലേ? എന്റെ വേഷം മാത്രം കേട്ടിട്ട് ടൈം എടുത്ത് തന്നെ കേൾക്കും അല്ലെ? ചില ആളുകൾ അത് മാത്രം കേൾക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അർജുൻ ഫുൾ കഥ ഞാൻ പടം മൊത്തം പടം എങ്ങനെയാണെന്ന് അറിഞ്ഞാലേ കാര്യമുള്ളൂ. കാരണം ഒറ്റക്ക് നമ്മൾ ഇരുന്ന് ഒരു പടം ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് വിജയിപ്പിക്കാനും പറ്റില്ല. എല്ലാവരും ഉണ്ടെങ്കിൽ ആ വിജയം ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം എല്ലാവരും ഇപ്പൊ പ്രൊഡക്ഷനിലെ ചായ കുടിക്കുന്ന ചേട്ടന്മാര് തൊട്ടാണ് എല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് ഫുഡ് വരുന്നുണ്ട്, കറക്റ്റ് സമയത്ത് അവർ ഒരുക്കി വെക്കുന്നുണ്ട്. അപ്പൊ അവരെ ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രോപ്പറായിട്ട് കഴിക്കുക, ബാക്കി പരിപാടിക്ക് പോവാ. അപ്പോ വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാര് എല്ലാവരും ഇപ്പൊ അവരെ ജോലി എടുക്കുന്നുണ്ടാണ് പ്രോപ്പറായിട്ട് സിനിമ 6 മണി തൊട്ട് 9 വരെയും പ്രോപ്പറായിട്ട് പടം ഒരു പ്രശ്നമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ടീം വർക്ക് ആണിത്, ഒറ്റയ്ക്ക് ഒരു പരിപാടി അടുത്ത് പറയോ? കഥ കേട്ടിട്ട് പറയാറുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട് പടം ഏറ്റു കഴിയുമ്പോൾ ഞാൻ പറയും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട്, നീ നോക്കി ചെയ്. അങ്ങനെ എക്സൈറ്റഡ് ആണ്. ഇപ്പൊ ഒമർ ലുലൂക്കയുടെ പടത്തിൽ ഇപ്പൊ അച്ഛൻ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ പഞ്ചാബി ഹൗസ് ലൊക്കേഷനിലാണ്. അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ട്, എടാ ഞാൻ പഞ്ചാബി ഹൗസ് ലൊക്കേഷനിൽ എത്തി കുറെ വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലൊക്കേഷനാണ് അല്ല പള്ളിയിലെ അച്ഛന്റെ വേഷമാണ്. അച്ഛനെ പള്ളിയിലെ അച്ഛനായിട്ട് ആ ലൊക്കേഷനിൽ എന്നോട് അച്ഛൻ പറഞ്ഞത് ആ ലൊക്കേഷനിൽ എത്തി. അതെ ഭയങ്കര അവിടെ എല്ലാരോടും പറഞ്ഞു കഥ പറഞ്ഞു. ഭയങ്കര സന്തോഷവാനായിട്ട്. ജാഫറിന് ഡേറ്റിന്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? സിനിമയിലൊക്കെ യാത്രയാണ്. അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നവനാണോ ഞങ്ങളൊക്കെ? പ്രശ്നം അങ്ങനെ ആഗ്രഹിക്കുന്നു ഞങ്ങൾ. എപ്പോഴും നല്ല നല്ല സിനിമകളാണ് ഇപ്പൊ ചെയ്യുന്നത്. അച്ഛൻ കഥാപാത്രങ്ങൾ കുറെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ആയി പോകുന്നുണ്ടെന്നൊരു സംശയമില്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു പടം മൊത്തം കൊണ്ടുപോകുന്ന ആളൊന്നുമില്ല. നിസ്സാരമായിട്ടൊരു 2-3 പടത്തിൽ സെൻട്രൽ ക്യാരക്ടർ ഇങ്ങനെ ചെയ്ത് പോയിട്ടുള്ളൂ. ഇപ്പോൾ 2-3 അറിയാലോ എനിക്ക് ഇന്ദ്രൻ സേറിൽ ഞാനൊക്കെ ഇങ്ങനെ പോവുക. അപ്പോൾ അതിനകത്ത് എനിക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. അതായത് വിളിക്കുമ്പോൾ തന്നെ താടിയുണ്ടോ, ഞാൻ പറഞ്ഞല്ലോ ഇന്നാള്, ആ താടിയുണ്ടോ മീശയുണ്ടോ. അപ്പം താടി ഉണ്ടല്ലോ. അപ്പം താടി വേണമെങ്കിൽ പഠിക്കാം എന്നുള്ള രീതിയിൽ വർക്കല്ലേ വേണമെങ്കിൽ അത് താടി വേണം എന്ന് പറഞ്ഞ ഒരു 10-15 പടമാണ് ഇറങ്ങാതിരിക്കുമ്പോൾ 10-15 പടമില്ലേ, ഒക്കെ താടിയല്ല ഒരെണ്ണത്തിനകത്ത് കണ്ടില്ല. അപ്പം ഇതൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറയുന്നത് മണിയുടെ മറ്റേ ആ വാക്യം ഞാനെടുക്കും. ഒരു ഇതായിട്ട് വരുന്നു, അതിനകത്ത് ഒരു പ്രൊജക്റ്റ് ഉണ്ടായി വരുമ്പോഴത്തേക്ക് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറൊക്കെ ആയിട്ട് വരുന്നതെന്നറിയും. അത് നമ്മളിപ്പോൾ ഈ പിള്ളേർ സെറ്റ് ഒത്തിരി കഥയൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്താറുണ്ട്. അത് കൊള്ളൂല പടം, അതല്ല എപ്പോഴാരാ എന്താ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. ആണിൻ്റെ ആനിക്കാ കുരുവിലും വില നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, നമ്മളെല്ലാം ഏറ്റെടുക്കും. ഇനി എൻ്റെ തൊഴിൽ കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള ആശയം ഈ കാർപ്പൻ്റർ എന്ന് പറഞ്ഞാൽ കട്ടിൽ മാത്രം പൂട്ടിയാൽ പോരാ, സ്റ്റൂള്, ടീപ്പോയി എല്ലാ സാധനം പൂട്ടണം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ റിസ്ക് എനിക്കില്ല. ഇവരെന്ന് പറഞ്ഞാൽ നായകന്മാർ ചെയ്യണം, ഉത്തരവാദിത്തം പറയേണ്ടി വരും, നന്നായിട്ട് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വരും. നായികയൊക്കെ നമ്മൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളാണ്, എന്നാലും നമ്മൾ ഉത്തരവാദിത്തമായിട്ടാണ് പോകുന്നത്. അങ്ങനെ വരുന്ന അല്ലാതെ ഞാനിത് ചെയ്യണമാണോ? ഇപ്പൊ എല്ലാ പുതുതലമുറയോടും എപ്പോഴും അഭിനയിക്കുന്നുണ്ട്. പഴയ കാലഘട്ടത്തിൽ എല്ലാവരുമായിട്ട് അഭിനയിച്ചു, എല്ലാ ആർട്ടിസ്റ്റുമായിട്ട് അഭിനയിച്ചു എന്നാണ്. ഇനി ആരുമായിട്ട് അഭിനയിക്കാൻ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ. ഇപ്പൊ ആരുമായിട്ടും ഇല്ലാന്ന് എനിക്ക് അല്ലേ? ഇപ്പം പുതുതലമുറ ലാസ്റ്റ് ഒന്ന് അൽത്താഫ് വരട്ടെ അഭിനയിച്ചു. ഇപ്പൊ അൽത്താഫ് നായകനായിട്ട് പിള്ളേ അതിലും അഭിനയിച്ചു. ഇവരൊക്കെ ലൊക്കേഷനിൽ കാണുമ്പോൾ എങ്ങനെയായിരുന്നു ജാഫർ? ഇവരൊക്കെ ലൊക്കേഷൻ വെച്ച് കാണുമ്പോൾ ഇവരോടൊക്കെ എന്താണ് കൂടുതൽ കാര്യങ്ങൾ ഉപദേശങ്ങളായിട്ടോ അല്ലെങ്കിൽ ഇവരോരെ സിനിമകളിലെ കഥകളോ എന്തെങ്കിലും പറയാറുണ്ടോ? കഥകൾ പറയാറുണ്ട്. അച്ഛനൊക്കെ അജഗജാന്തര സമയത്ത് ഭയങ്കര രസമായിരുന്നു. അതല്ലേ? ഇതില് നമ്മൾ കോമ്പിനേഷൻ ഇല്ല ഞങ്ങൾ കണ്ടില്ലല്ലോ.
രാജകന്യാലയത്തിൽ 40-45 ദിവസം ഉണ്ടായിരുന്നു, 50 ദിവസം 50 ദിവസത്തോളം ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹോട്ടലിൽ തന്നെ അങ്ങനെയൊക്കെ. പക്ഷേ അച്ഛനൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ കാരണന്മാരുടെ സെറ്റാ വർത്താനം പറയും. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളാകുമ്പോൾ എൻ്റെ കൊച്ചിൻ്റെ പ്രായമല്ലോ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വരുന്നതെന്ന് പറയുന്ന നടന്മാർക്ക് എല്ലാം കുറച്ചൊക്കെ അറിയാമെന്നേ. ആ ക്യാമറ സൈഡ് അറിയാം, ആ മൊത്തത്തിൽ എഡ്യൂക്കേറ്റഡാ, വിദ്യാഭ്യാസം നന്നായിട്ട് ഉണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടുള്ള കളികൾ അതിനകത്തെന്ന് പറഞ്ഞാൽ ഇതാ ഒത്തിരി പേരുണ്ട്. ഇന്ന് ലീഡ് ചെയ്യുന്ന മഞ്ജു പറഞ്ഞില്ലേ ഈ ചാനലിൻ്റെ, അതായത് ദാരിദ്ര്യമുണ്ട്, നായക ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ഉണ്ട്. എത്തിപ്പെടാനായിട്ട് വേറെ ആൾക്കാരൊക്കെ പുറകിൽ നിൽപ്പുണ്ട് കേട്ടോ, പക്ഷെ ഇങ്ങോട്ട് കടക്കാനായിട്ട് പറ്റുന്നില്ലേ ഉള്ളൂ. അപ്പോൾ അത് ഇവരെ പോലെയുള്ളവർ കീപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഒരാള് പിന്നെ അല്ല അതെപ്പോഴും എല്ലായിടത്തും ഉണ്ടെന്ന്, എല്ലാ മേഖലയിലും ഉണ്ട്. ഒഴിവ് കൂടുതൽ കിടക്കുക. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇവരൊക്കെ നല്ല കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പണം കിട്ടുന്നു, വിജയിക്കുന്നു. തീർച്ചയായിട്ടും അതാണ് നമ്മൾക്ക് പറയാനുള്ളൂ. അപ്പം ഇപ്പോഴത്തെ എങ്ങ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമായിട്ട് എടുക്കുക. ഒരു ഇൻ്റർവ്യൂ ആണെങ്കിലും ഇങ്ങനെ വിളിക്കുമ്പോൾ പ്രൊമോഷൻ നമ്മൾ ചെയ്തു വെച്ചു. അപ്പോൾ എപ്പോഴെങ്കിലും സമയം ഉണ്ടാക്കി അങ്ങനെ വരിക. ഇപ്പം ഞാൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് തിരിച്ചു പോകാത്തൊരു വിവാദമൊക്കെ കളഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് ദൈവമേ. അപ്പോൾ എല്ലാം തീരുന്നവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളൂ. അതാണ് പതുക്കെ പറയണത് ചിരിച്ചു തുടങ്ങി. ഒന്നും കിട്ടില്ല, അത്രേ ഉള്ളൂ. നമ്മളൊക്കെ പച്ച മനുഷ്യന്മാരല്ലായിരിക്കും കയറിയാവുന്നതല്ല. എന്ന് വെച്ചാൽ ഇതുങ്ങളൊക്കെ അറിയാവുന്നവരാ, അത് വെച്ചാൽ പാരമ്പര്യമൊക്കെ സിനിമാക്കാരിയൊക്കെ. അപ്പോൾ അവർക്കറിയാം, അച്ഛനും പാപ്പായും ഒക്കെ പറഞ്ഞിട്ട് അവർക്കറിയാം സിനിമയുടെ എങ്ങനെയാ റൂട്ടുകൾ അറിയാം. പിന്നെ ആ റൂട്ട് അറിയാവുന്നതല്ല അവർ വന്നത്. റൂട്ടൊക്കെ തെറ്റിച്ചു പോയി. അല്ല, അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചതും. കഥകൾ കേട്ട്, സിനിമാ കഥകൾ കേട്ട് വളർന്ന ഒരു വ്യക്തിയാകുമ്പോൾ നമുക്കറിയാമല്ലോ സിനിമയ്ക്ക് മുമ്പ് എന്തൊക്കെ വേണമെന്നുള്ളത്. അച്ചു അങ്ങനെ തന്നെ കേട്ട് വളർന്നു. എത്രയോ കഥകൾ കേട്ടും എത്രയോ സിനിമാക്കാരെ കണ്ടും വളർന്നാണ് അച്ചുവും വളർന്നപ്പോൾ ആ റൂട്ടുകൾ കൃത്യമായിട്ട് അറിയാം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഈ റാഫി സാറിന്റെ അടുത്തും ഷാഫി സാറിന്റെ അടുത്തും ചാൻസ് ചോദിച്ചില്ലേ, ചോദിച്ചു. ഈ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതാണ് സിനിമയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്, ഒരു വലിയ ലോകമല്ലേ അത്. അവിടെ വേണമെങ്കിൽ മക്കൾ രാഷ്ട്രീയം പോലെ, ആ മക്കൾ രാഷ്ട്രീയം അറിയാൻ പാടില്ലേ, അതുപോലെ എൻ്റെ കൊച്ചുകൂടെ എനിക്കുള്ളൂ, അവനെ കയറ്റിവിട്ടാനോ വല്ലവനെയും ആ ചിന്താഗതി അവർ ചിന്തിച്ചില്ലല്ലോ. നീ പുറത്ത് പണി പഠിച്ച് ചെറുതായിട്ടൊന്ന് പഠിച്ചു വാ, അന്നേരം നമുക്ക് നോക്കാം. അല്ലാതെ മകനാന്നും പറഞ്ഞ് കയറ്റി അതാ സിനിമ ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും അതാണ് അപ്പൊ ഉത്തരവാദിത്തമുള്ള മേഖല. അല്ല, അച്ഛൻ പറഞ്ഞ പോലെ 2 സിനിമകൾ പരാജയപ്പെട്ടിരുന്നപ്പോഴും അച്ഛന്റെ കയറപ്പോൾ നമ്മൾ സിനിമയല്ല, അച്ഛൻ നമുക്ക് അച്ഛനൊന്ന് മിന്നി നിൽക്കുന്ന സമയങ്ങളല്ലേ. പക്ഷെ അത് വേണ്ട നമുക്ക്. അച്ഛൻ മിന്നി നിൽക്കുന്ന സമയമല്ല, അന്നേരം അച്ഛൻ അത്ര വർക്കില്ല. അല്ല, നമ്മുടെ ഇല്ലല്ല ആദ്യത്തെ ഓർക്കിട്ട് കഴിയുമ്പോ ഒക്കെ ഏതോ അച്ഛനൊന്ന് അതല്ലേ സിനിമയിലും ഇതായിട്ടുണ്ട്. എന്നാലും നമ്മുടെ പഴയ തിരക്കില്ലേ, ആ തിരക്കിന്ന് മാറിയിരിക്കുന്ന സമയമാണ്. പക്ഷെ അങ്ങനെ തിരക്കിന്ന് മാറി നിൽക്കുന്ന അശോകൻ ചേട്ടന്റെ കാലം നമ്മള് ട്രൂപ്പൊക്കെ ഞങ്ങൾ അശോകൻ ചേട്ടൻ ഞാൻ കൊച്ചൊക്കെ ട്രൂപ്പ് ഇട്ടാറുള്ളൂ. അതെ നമ്മൾ എനിക്കൊന്ന് കോലഞ്ചേരിയിൽ ഒരു പരിപാടിക്കാൻ വന്നിട്ടുണ്ട്. കഥകൾ കേൾക്കും തോറും നമുക്ക് ഇന്നത് ചെയ്യണമെന്നൊരു കഥാപാത്രം, എനിക്ക് ഈ കഥാപാത്രം കിട്ടിയാൽ കൊള്ളാമെന്ന് ചിന്തിക്കാറില്ലേ? ഒരിക്കലും ചിന്തിക്കാറില്ല. എനിക്കിപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഭാഗ്യമാണ്. കാരണം എനിക്കിപ്പോ വരുന്ന ക്യാരക്ടേഴ്സ്, ഞാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സ് വേറിട്ട് നിൽക്കണം എന്നുള്ള പരിപാടികളുണ്ട്. അപ്പൊ ആ ഒരു ഭാഗ്യം ഇപ്പോഴും ദിവസമായച്ച് പോയിക്കൊണ്ടിരിക്കേണ്ടത്. അത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആഗ്രഹിക്കാന്ന് മാത്രമേ, സ്വപ്നം കാണാന്ന് മാത്രമേ ഉള്ളൂ. അവരൊരു പടം, ഇപ്പൊ പറഞ്ഞ പോലെ ഒരു പടം ഉണ്ടാക്കി വരാൻ അല്ലെങ്കിൽ കഥ വേണം, ഡയറക്ടർ വേണം, പ്രൊഡ്യൂസർ വേണം, അതിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ വേണം. അപ്പൊ അങ്ങനെ ഒരു കഥ വന്ന് എൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ മാത്രമേ എനിക്ക് അതിനെപ്പറ്റി ആ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒത്തു വരുന്നുണ്ട് ദൈവം സഹായിച്ച്. അപ്പൊ അത് ഇനിയും വരും എന്നുള്ള വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങാനുള്ളത് വൺസ് അപ്പോൺ എ ടൈം കൊച്ചി 31-ാം തീയതി, പിന്നെ ആനന്ദ് ശ്രീബാല, ഈ 2 പടങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒന്നുമില്ല. അല്ല, ഇനി ഇതൊക്കെ റിലീസ് കഴിഞ്ഞിട്ട് അല്ലേ, ഇനിയും കുറെ സിനിമകൾ ചെയ്യണം. നമുക്ക് ഈ നായകനും ഇനി സിനിമയിലേക്ക് വേണം. തീർച്ചയായിട്ടും അത്തരം നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക, നമ്മൾ ഒറ്റയ്ക്ക് തെളിച്ചു പോവുക, അപ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. ആ വിജയത്തിലേക്ക് നമ്മളെല്ലാവരും കൂടെ തിരിച്ചു വിളിക്കണം. ബാപ്പിച്ചൊക്കെ തിരിച്ചു വിളിക്കണം. അന്ന് കേൾക്കാന്നില്ല ഇനിയിപ്പോ. അപ്പൊ ഡേറ്റ് ഒക്കെ നോക്കി കൊടുത്താൽ മതി. സൂപ്പർ ഹിറ്റ് ആകട്ടെ, സൂപ്പർ ഹിറ്റ് ആകട്ടെ ഈ സിനിമ. എല്ലാവരും കാണേണ്ട സിനിമ, എല്ലാവരും കണ്ട് കുടുംബസമേതം കാണേണ്ട സിനിമ. അതാണ്, അങ്ങനെയാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് ആദർശമൊക്കെ എന്നോട് പറയുന്നത്. അപ്പം കുടുംബസമേതം എത്തുക. 31-ാം തീയതി മറന്നുപോകല്ലോ, മെയ് 31 ആദ്യ ഷോ കണ്ടിട്ട് സത്യസന്ധമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നും ഇവരെ വിളിച്ച് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അത് വെറുതെ എഴുതി അത് കൊള്ളില്ല എന്ന് പറയാതെ, ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ കൃത്യമായി പറയാവുന്ന, നിങ്ങൾക്ക് ഏത് ഭാവമാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാനും
അങ്ങനെ ഇഷ്ടപ്പെടാതെ ഒരു ഭാഗവും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി സിനിമ കണ്ട് തീരുമാനിക്കും. ഒത്തിരി സന്തോഷം. താങ്ക് യു. Thank you. താങ്ക് യു സോ മച്ച്.